പോലീസ് കസ്റ്റഡിയിൽ മരിച്ച തമീർ ജിഫ്രിയുടെ മരണത്തിൽ ഗുരുതര ആരോപണവുമായി സഹോദരൻ ഹാരിസ് ജിഫ്രി. കേസിൽ സമഗ്ര അന്വേഷണം നടത്തി സഹോദരന് നീതി ലഭ്യമാക്കണമെന്ന് ഹാരിസ് പറഞ്ഞു. ലഹരിക്കേസിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച തമീർ ജിഫ്രിയുടെ മരണത്തിൽ ഗുരുതര ആരോപണവുമായാണ് സഹോദരൻ ഹാരിസ് ജിഫ്രി രംഗത്തെത്തിയിരിക്കുന്നത്. തമീർ ജിഫ്രിയുടെ കൂടെ കസ്റ്റഡിയിലെടുത്ത മറ്റ് 4 പേരുടെ പേരുവിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെന്നും സമ്പന്നരായ ഇവരെ സംരക്ഷിക്കാനാണ് പോലീസ് തന്റെ സഹോദരനെ മർദ്ദിച്ചു കൊന്നതെന്നുമാണ് കുടുംബാംഗങ്ങളുടെ ആരോപണം. ചേളാരിയിൽ നിന്ന് പിടികൂടിയ ഇവരെ താനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ഹാരിസ് ജിഫ്രി ആരോപിച്ചു. 5:30 മണിക്ക് അവിടുന്ന് അവരെ പിടിച്ചിരുന്ന കോട്ടേഴ്സിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. പിന്നെ അവരെ വിട്ടയച്ചു എന്നാണ് ഞാൻ അറിയാവുന്നത്. അവരെ വിട്ടയച്ചത് 11 മണിക്ക് ഈ മരിച്ച താമീർ സുഹൃത്തിനെ വിളിച്ചതായിട്ട് പറയുന്നുണ്ട്. സുഹൃത്ത് എന്നെ വിളിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിപ്പോൾ വരും, പേടിക്കൊന്നും വേണ്ട. പിന്നെ രാവിലെ എണീച്ചപ്പോഴാണ് ഇവൻ കേൾക്കുന്നത് മരിച്ചു. ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പറഞ്ഞില്ല, ഞങ്ങളോട് മരിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഓവറായിട്ട് അടിക്കണ അത്രയ്ക്ക് ബോധമില്ലാത്ത ആളും തീരെ ഇതിനെപ്പറ്റി സാമാന്യ ബോധമില്ലാത്ത ആൾക്കാണെങ്കിൽ അങ്ങനെ ചെയ്യണം. പഠിപ്പും വിദ്യാഭ്യാസം എല്ലാം ഉള്ള ആളാണ്. ചേളാരിയിൽ നിന്നും തമീർ ജിഫ്രിയെ പോലീസ് അർദ്ധനഗ്നനാക്കിയാണ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതെന്നും തമീർ ജിഫ്രി ലഹരി ഉപയോഗിക്കുന്നതായി കുടുംബത്തിന് അറിയില്ലെന്നും ഹാരിസ് ജിഫ്രി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.